അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദേശങ്ങളിൽ ചെന്ന് 10-20 വർഷം തങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുകയും പിന്നീട് നാട്ടിൽ ഇനി കുറഞ്ഞ കാലമേ ഉള്ളൂ, ശാരീരികമായി വയ്യായ്മകളുണ്ട്, കുറച്ചു കാലം നാട്ടിൽ ജീവിക്കാമെന്ന് വെച്ച് വന്ന ചില ആളുകൾ അവരുടെ വീട്ടുകാരികളും മക്കളും ചേർന്ന് അവർക്ക് നൽകിയ ചില സമ്മാനങ്ങൾ ചില ആളുകൾ നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി. ഒരു സഹോദരൻ പറഞ്ഞത് അദ്ദേഹം അവിടെ നിന്ന് അയച്ചത് ലക്ഷക്കണക്കിന് രൂപകളാണ്. തൻ്റെ ഭാര്യ അത് കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും ആവശ്യമുള്ളത് ചെലവഴിച്ച് ബാക്കി സൂക്ഷിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കി അദ്ദേഹം അനേക ലക്ഷം രൂപ നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഭാര്യയും മക്കളും ചേർന്ന് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി അതുകൊണ്ട് ചെലവഴിച്ച് അവസാനം 20 വർഷം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അയച്ചു കൊടുത്ത സംഖ്യകളെല്ലാം ചെലവായിപ്പോയി എന്ന വളരെ ലാഘവത്തോടെയുള്ള മറുപടികളാണ് കേൾക്കുന്നത്. പിന്നീട് അദ്ദേഹം കുറഞ്ഞ കാലം നാട്ടിൽ സ്വസ്ഥമായിരിക്കാമെന്ന് കരുതി വന്ന സാഹചര്യം വീട്ടിൽ നിന്ന് മാറുകയാണ്. പരസ്പരം ശണ്ടയാവുകയാണ്. ഉമ്മയും മക്കളും ഒന്നിക്കുകയാണ്. പിതാവിനെതിരെ തിരിയുകയാണ്. അങ്ങനെ പിതാവ് വീട്ടിൽ നിന്ന് താൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടും സ്ഥലവും ഭാര്യയ്ക്ക് എഴുതി കൊടുത്തതിൻ്റെ പേരിൽ, ഭാര്യയുടെ പേരിൽ വിശ്വസിച്ചത് കൊണ്ട് അവരുടെ പേരിൽ എഴുതി വെച്ചതിൻ്റെ പേരിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ട ഗതികേട് ഒരു സഹോദരൻ പറഞ്ഞു. മറ്റൊരു സഹോദരൻ 20 വർഷത്തോളം ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിനും വരുമാനം കമ്മിയായപ്പോൾ ഭാര്യയും മക്കളും ഇതേപോലെ മോശമായി പെരുമാറിയ ഒരു സാഹചര്യം. മറ്റൊരു സഹോദരൻ 30 വർഷത്തിലേറെ വിദേശത്തു നിന്ന് കുടുംബവും വീടുമൊക്കെ സംരക്ഷിച്ചു. അവസാനം നാട്ടിൽ വന്ന് 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് സാമ്പത്തികമില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തോട് താല്പര്യം കുറയുന്നു, മക്കൾക്കും താല്പര്യം കുറയുന്നു. അങ്ങനെ അദ്ദേഹം 60 വയസ്സ് കഴിഞ്ഞിട്ടും അധ്വാനിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിത്തീരും. വളരെയേറെ ശ്രദ്ധിക്കേണ്ടത്, വിദേശങ്ങളിൽ പോകുന്നവർ നിങ്ങളുടെ കയ്യിൽ ഒരു കരുതൽ എപ്പോഴും ഉണ്ടാകണം. വിദേശികളായ പ്രവാസികളുടെ ഭാര്യമാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അയച്ചു തരുന്ന സമ്പത്ത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം. നാളെ അദ്ദേഹത്തിന്